friends, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. നിംഷാസ് കിച്ചണിന്റെ എല്ലാ വ്യൂവേഴ്സിനും കേരളപ്പിറവി ആശംസകൾ. ഞങ്ങള് ആക്ച്വലി പൂനെന്ന് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഷിഫ്റ്റിംഗ് കാരണമായിരുന്നു കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ പേര് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പലരും കമന്റ്സ് ആയിട്ടും അതുപോലെ മെസ്സേജസ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോസ് ഇല്ലാത്തതെന്ന്. അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കണത് മുട്ട സ്റ്റൂ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ ഡിന്നറിന്റെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണിത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് മുട്ട സ്റ്റൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 ഏലക്കായ, അതുപോലെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ നമുക്കൊരു 2 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഹോൾ സ്പൈസസ് ഒന്നും ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ അളവിൽ ചേർക്കരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി ഈ ഹോൾ സ്പൈസസ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവോള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോളയൊന്നും ഒരുപാട് അളവിൽ വേണ്ട, പച്ചക്കറികളൊക്കെ കുറേശ്ശെ തന്നെ മതി. പിന്നെ ഞാനൊരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ഇതുപോലൊരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ചേർക്കുകയാണ്. പിന്നെ ഒരു 4-5 ബീൻസും അളവ് ഒരുപാട് വേണ്ട. പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങാണ് ഞാനിതിൽ കൂടുതൽ അളവിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരിക. പിന്നെ നിങ്ങൾക്ക് കോളിഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഗ്രീൻ പീസ് വേണമെങ്കിൽ ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം, അത് നമ്മുടെ ഇഷ്ടം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയുടെ അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ വേണം, അപ്പോൾ തന്നെയാണ് സ്റ്റൂ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാനൊരു 4 പച്ചമുളക് മുറിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലിപ്പോൾ മെയിനായിട്ടുള്ള ഒരു എരിവെന്ന് പറയുന്നത് പച്ചമുളകിൻ്റെ തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാത്രം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 4-5 മിനിറ്റോളം ഞാനിത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം പിന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണുള്ളൂ. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. അപ്പോൾ ഇത് വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ കുക്കറിലാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ കുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം പച്ചക്കറികളല്ലേ, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളും. ഇനി ഇതിലേക്ക് നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിപ്പോൾ 2ാം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു നാളികേരമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് അളവിലാണ് 2ാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടിയും ചേർത്തിട്ട് നല്ല പോലെ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി 2ാം പാലിൽ കിടന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് കുക്കായിട്ട് വന്നോട്ടെ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പച്ചക്കറി കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞാലാണ് സ്റ്റൂ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇനി ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉപ്പൊക്കെ കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ വെന്ത് വരട്ടെ. ഇപ്പോൾ ആവശ്യത്തിന് ഇത് വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് തുറന്ന് നോക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഗ്രേവി ഉണ്ട്, പക്ഷെ ഞാനിതിപ്പോൾ തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. കാരണം ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല. ഇത് വറ്റിച്ചെടുത്തതിന് ശേഷം പിന്നെ 1ാം പാല് ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും കറക്റ്റായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് വരിക. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ലൂസായിട്ട് മാറും കറി, അപ്പോഴും ഇത് അത്രയ്ക്കൊരു ടേസ്റ്റി ആയിട്ട് വരില്ല. ഇനിയിപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട കുക്ക് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിരുന്നു. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യം എരിവും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 4 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ മുട്ടയെല്ലാം ഇതിലേക്ക് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം മുട്ട ചേർത്തതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴായിരിക്കും മുട്ടയിലേക്ക് അത്യാവശ്യം ഈ ഒരു മസാലയൊക്കെ പിടിച്ച് കൂടുതലൊരു ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇതിനൊരു 6-7 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഈ ഗ്രേവിയൊക്കെ അത്യാവശ്യം ഡ്രൈ ആയിട്ട് വരും ചെയ്യും, മുട്ടയിൽ അത്യാവശ്യം മസാല പിടിക്കുകയും ചെയ്യും. അതിനുശേഷം പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ ഹോൾ സ്പൈസസിൻ്റെ ടേസ്റ്റൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗരം മസാല ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ 2 നുള്ളൊക്കെ ചേർത്ത് കൊടുക്കാം.
ഇതിലിപ്പോൾ അത്യാവശ്യത്തിന് ഹോൾ സ്പൈസസിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ചെറിയൊരു ഫ്ലേവർ മാത്രം മതി, ഒരുപാട് ഫ്ലേവറൊന്നും വേണ്ട. ഇനി എരിവിനനുസരിച്ച് ഒരു 1/4 ടീസ്പൂണോളം അളവിൽ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി, ബ്ലാക്ക് പെപ്പർ പൗഡർ ഒരുപാട് അളവിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റൂവിൻ്റെ കളർ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പെപ്പർ പൗഡർ ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലെന്ന് പറയുന്നത് എരിവിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് തന്നെയാണ്. ഇനി ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ ഇത്. അപ്പോഴേക്കും പച്ചക്കറികളും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വന്നോളൂ. ഞാനൊന്ന് അടച്ചു വെച്ചൊന്ന് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് തന്നെ ഗ്രേവിയും അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് വരണ ഒരു സ്റ്റേജിലായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലായിരിക്കും സ്റ്റൂ ഒക്കെ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. അതായത് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ. 1 കപ്പ് അളവിലാണ് 1/4 പാൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി, തിളച്ച് വരേണ്ട ആവശ്യമില്ല. തിളച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മൺചട്ടിയായ കാരണം ചൂടൊക്കെ നിൽക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒഴിച്ച അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ തിളച്ച് പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ ഒരു കറി പിന്നെ ഒരുപാട് തിക്കാക്കി എടുക്കേണ്ട, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അപ്പോഴായിരിക്കും കൂടുതൽ കറക്റ്റ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണോളം അടുത്ത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും ഒക്കെ വരും. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അവസാനം പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിന്. അതുപോലെ സ്റ്റൂ ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം സ്പൈസി ആയാൽ തന്നെയാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ നമ്മുടെ എഗ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. ചോറിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയൊക്കെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഡിന്നറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയായിരിക്കും. പിന്നെ എഗ് സ്റ്റൂ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളൊക്കെ പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ സ്പൈസ് ലെവലൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ തയ്യാറാക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീണ്ടും കാണാം.